ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നലെ ഞാൻ മേടിച്ച കുറച്ച് ഫെലനോപ്സിസ് ഓർക്കിഡ്സാണ് ഈ കാണുന്നത്. നമ്മൾ എത്ര മേടിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ പോലും ഈ ഫെലനോപ്സിസ് ഓർക്കിഡ്സിൻ്റെ ഭംഗി കാണുമ്പോൾ നമ്മൾ എന്താ പറയുക, അറിയാതെ തന്നെ അത് മേടിച്ചു പോകും അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ പോട്ടിംഗ് മെത്തേഡ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഈ ഫെലനോപ്സിസ് പ്ലാന്റിനെ എങ്ങനെ റീപോർട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഫെലനോപ്സിസ് ഓർക്കിഡിനെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലൊരു പ്ലാസ്റ്റിക് പോട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് പോട്ട് നോക്കിയാലറിയാം ഇതിന് നല്ല ഹോൾസ് ഉണ്ട്. അപ്പോൾ ഫെലനോപ്സിസിന് എപ്പോഴും നല്ല ഡ്രെയിനേജ് ഉള്ള പോട്ടാണ് ഇഷ്ടം. പക്ഷേ ഈ പോട്ടിന് സെൻറ്ററിൽ ഹോളില്ല ആക്ച്വലി. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ ഹോളില്ലെങ്കിൽ വെള്ളം പ്രോപ്പറായിട്ട് ഡ്രെയിൻ ആവത്തില്ല. അപ്പോൾ നമ്മളൊരു ഹോള് ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പ്ലാസ്റ്റിക് നൈഫോ പഴയ നൈഫോ സിസേഴ്സ് എന്തെങ്കിലും ചൂടാക്കി ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ പ്ലാസ്റ്റിക്കിന് കട്ടി കുറവായതുകൊണ്ട് തന്നെ നമുക്കൊരു ഹോൾ ഇടാൻ പറ്റും. അപ്പോൾ ഇവിടെ ഹോളുള്ള ഒരു പോട്ട് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മേടിക്കുന്ന പോട്ടിന് ഇതേപോലെ ഹോൾ ഉണ്ടായിരിക്കുന്നില്ല. അപ്പോൾ ഈ ഹോളുള്ള ഈ പ്ലാസ്റ്റിക് പോട്ടിലേക്കാണ് ഞാൻ ഈ ഫെലനോപ്സിസ് ഓർക്കിഡിനെ റീപ്ലാന്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ പ്ലാന്റിനെ ഈ പോട്ടിൽ നിന്ന് ഊരിയെടുക്കുന്ന സമയത്ത് ലീഫിനെ മാത്രം പിടിച്ചിട്ട് നമ്മൾ ഊരിയെടുക്കരുത്. ഈ പ്ലാന്റിനെ മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളതിനെ പതുക്കെ ഊരിയെടുക്കാൻ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്ലാന്റിനെ ഇങ്ങനെ പതുക്കെ ചെരിക്കുകയാണ്. ചെരിച്ചിട്ട് നമ്മൾ ഈ പോട്ട് പതുക്കെ ഊരിയെടുക്കുക. ഊരിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തുള്ള മീഡിയം നമ്മൾ മൊത്തത്തിൽ മാറ്റണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നമ്മൾ മിക്കവാറും മോസിൽ അല്ലെങ്കിൽ ചകിരിയിലായിരിക്കും ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇതേപോലെ മോസ് അല്ലെങ്കിൽ ചകിരി ഈ പോട്ടിംഗ് മീഡിയം എന്താണെങ്കിലും അത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റുകയാണ്. ഇങ്ങനെ മാറ്റുന്നത് കൊണ്ട് പ്ലാന്റ് ഡാമേജ് ഒന്നും ആവത്തില്ല. അപ്പോൾ നോക്കിയാലറിയാം നമ്മൾ ഇപ്പോൾ മോസ് മൊത്തത്തിൽ ഇളക്കി മാറ്റി ഇട്ടുണ്ട്. പിന്നെ മോസൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു. ഇനി ഇതിനകത്ത് അൺവാണ്ടഡ് നമുക്ക് ആവശ്യമില്ലാത്ത റൂട്ട്സിനൊക്കെ ഇത് നോക്കി, ഇത് ഡെഡായിട്ടിരിക്കുന്നത് ഇത് നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള റൂട്ട്സൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതേപോലത്തെ ഹെൽത്തി റൂട്ട്സ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കണ്ടാൽ തന്നെ അറിയാം. ഇത് ഇങ്ങനെ നമ്മൾ നെക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പ്രസ്സാവും. അതൊക്കെയാണ് ഡെഡ് റൂട്ട്സാണ് ആക്ച്വലി. നമ്മൾ ഡെഡായിട്ടുള്ള റൂട്ട്സ് അതേപോലെ തന്നെ അതായത് മോശമായിട്ടുള്ള റൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എല്ലാത്തിനെയും കട്ട് ചെയ്ത് കളയണം. ഡെഡ് റൂട്ട്സ് ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഡെഡ് റൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഇത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നീങ്ങുന്നുണ്ടായിരിക്കും. നല്ല സ്ട്രോങ് റൂട്ട്സ് ആണെങ്കിൽ അത് നല്ല റിജിഡായിട്ടിരിക്കും, അല്ലെങ്കിൽ അത് നന്നായിട്ട് നീങ്ങും. അതെ, ഇതെല്ലാം റൂട്ട്സ് കട്ട് ചെയ്യുന്നതുകൊണ്ട് പേടിക്കുന്നുണ്ട്, പുതിയ റൂട്ട്സ് വന്നുകൊണ്ടേ. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ എല്ലാ ഡെഡ് റൂട്ട്സൊക്കെ റിമൂവ് ചെയ്തു. ഇനി ഇതിനെ ഈ പോട്ടിലോട്ട് എങ്ങനെയാണ് പോട്ട് ചെയ്യണമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ സെൻറ്ററിൽ ഈ പോട്ടിനകത്തൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് എങ്ങനെ പോട്ട് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഫെലനോപ്സിസ് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോട്ടിംഗ് മീഡിയമായിട്ട് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് കരി, അതേപോലെ തന്നെ ചകിരിത്തൊണ്ടുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ചകിരിത്തൊണ്ട് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചതാണത്. പിന്നെ ചാർക്കോൾ എടുക്കുന്ന സമയത്ത് നമ്മൾ വലിയ കഷ്ണങ്ങൾ എടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2-3 കരിയുടെ കഷ്ണം ഞാൻ ഇടാണ് താഴോട്ട്. ഏറ്റവും അടിയിൽ പോട്ടിംഗ് മീഡിയമായിട്ട് കരിയാണ് ഇടുന്നത്. ഇനി അതിൻ്റെ മുകളിലോട്ട് ഈ പ്ലാന്റിനെ ഞാൻ പതുക്കെ വെച്ച് കൊടുക്കുകയാണ്. ഫെലനോപ്സിസ് മേടിക്കുമ്പോൾ ഇതേപോലൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഈ ഫ്ലവർ ഒടിഞ്ഞു പോകാതെ വേണ്ടി ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് പോട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ സ്റ്റിക്ക് ഇപ്പോൾ എടുത്തു മാറ്റാണ്. ഇതിനകത്തേക്ക് കരി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പ്ലാന്റിനെ പതുക്കെ ഇതിനകത്തോട്ട് ഇറക്കി വയ്ക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോട്ട് ചെയ്യാതെ, അതായത് ഈ പുതിയ ന്യൂ ലീഫ് വരുന്ന ഈ ഭാഗം
ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാതെ ഒന്ന് സൈഡിലോട്ട് ചെരിച്ചിട്ട് വേണം പോട്ട് ചെയ്യാനായിട്ട്. ഇതാ ഇതേപോലെ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാ ഇത് ഇങ്ങനെ ചെരിഞ്ഞാണ് ഇരിക്കുന്നത് താഴോട്ടായിട്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നനയ്ക്കണ സമയത്ത് വെള്ളം ഈ ഒരു നടുഭാഗത്ത് കെട്ടി നിൽക്കത്തില്ല. ഈ ഭാഗത്ത് ഇത് താഴോട്ട് ഇങ്ങനെ ഒഴുകി പൊക്കോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഫെലനോപ്സിസിനെ ചെരിച്ച് നടാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ കോപ്പ് ചീഞ്ഞു പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും. അതിനുശേഷം നമ്മൾ ചകിരിയും അതേപോലെ തന്നെ ചാർക്കോളും ഇട്ടിട്ട് ഈ പ്ലാന്റിനെ ഉറപ്പിച്ച് നിർത്തണം. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേര് നമ്മൾ ചാർക്കോൾ മാത്രം ഇട്ടിട്ട് ഇതിൻ്റെ പോട്ടിംഗ് മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ചാർക്കോൾ മാത്രമായിട്ട് ഇടുന്ന സമയത്ത് നമ്മുടെ മീഡിയം പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നമ്മൾ 2 നേരവും നനയ്ക്കേണ്ടി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെലനോപ്സിസ് നന്നായിട്ട് മോയ്സ്ചർ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അതേപോലെ തന്നെ നമ്മൾ ചകിരി മാത്രമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചകിരിയിൽ നന്നായിട്ട് വാട്ടർ അബ്സോർബ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ചെടി ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാനെപ്പോഴും പോട്ടിംഗ് മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത് ചകിരിയും അതേപോലെ തന്നെ ചാർക്കോളോടെയും മിക്സ് ചെയ്ത് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പോട്ടിംഗ് മീഡിയം നമ്മൾ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പ്ലാന്റിനെ ജസ്റ്റ് ഉറപ്പിച്ച് നിർത്താനുള്ള പോട്ടിംഗ് മീഡിയം അത്രേ ആവശ്യമുള്ളൂ ഇതിന്. ഫെലനോപ്സിസ് നടുന്ന സമയത്ത് നമ്മൾ എല്ലാ റൂട്ട്സിനെയും പിടിച്ച് ഈ മീഡിയത്തിൻ്റെ അകത്തോട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ സാധാ ചെടികൾ ചെയ്യുന്നത് പോലെ. കാരണം എന്ന് വെച്ചാൽ ഫെലനോപ്സിസിൽ ഒത്തിരി ഏരിയൽ റൂട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് പുറത്തോട്ട് കണ്ടു എന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പമില്ല. നമ്മളിങ്ങനെ പ്ലാന്റ് ചെരിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ പോട്ടിൻ്റെ ഒരു സൈഡിൽ ഒന്നും ഇല്ലാത്തതുപോലെ ഇരിക്കുന്നത്. കാരണം ലീഫെല്ലാം അപ്പുറത്തെ സൈഡിലോട്ടായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫെലനോപ്സിസ് പ്ലാന്റ്സിൻ്റെ പോട്ടിംഗ് മെത്തേഡ്. അതിനുശേഷം എവിടെയെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത എന്നാൽ നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് ഹാങ് ചെയ്യാം.